വ്യവസായത്തിലേക്ക്. പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകളുരസിടും അക്കാലം വന്നു പിറന്നതു ചെന്നിനമോലും വാളുകണക്കൊരു തീനാളം. കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരുമ്പു കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി. പന്തങ്ങൾ എന്ന കവിതയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഭൂമി, മനുഷ്യാധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യകാലത്ത് കാർഷികോൽപാദനത്തിനായി മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഉൽപാദനം വർധിപ്പിക്കുന്നതിനും ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു. കാലക്രമേണ ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കി. ഇത് ഭക്ഷ്യോൽപാദനം വർധിപ്പിക്കാൻ സഹായിച്ചു. കൃഷി വ്യാപിക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? വ്യാപാരത്തിന്റെ തുടക്കം, ആയുധങ്ങളുടെ ഉപകരണങ്ങളുടെ നിർമ്മാണം, കൃഷിയുടെ വ്യാപനം, സാധനങ്ങളുടെ കൈമാറ്റം, സാധനങ്ങളുടെ വിപണനം. കൃഷി വ്യാപകമായതോടെ ഉൽപാദനം വർധിക്കുകയും അത് മിച്ചോൽപാദനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിൽ ഉപയോഗിക്കാനായി സൂക്ഷിച്ചുവച്ചു. കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല, ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തു. സാധനങ്ങൾക്ക് പകരം സാധനം പരസ്പരം കൈമാറിയിരുന്ന സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? ബാർട്ടർ സിസ്റ്റം. ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രമാണ് ഇത്തരം കൈമാറ്റം നിലനിന്നിരുന്നത്. തുടർന്ന് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു. ക്രമേണ സാധന കൈമാറ്റത്തിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു വന്നു. കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിന് അതിൻ്റെ പ്രധാന വസ്തുക്കൾ. കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കൾ. സാധനങ്ങളുടെ കൈമാറ്റം പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു. വിദേശ വ്യാപാരം പുതിയ വ്യാപാരപാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കി. ഏഷ്യാ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുമുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാത അഥവാ സിൽക്ക് റൂട്ട് ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ സിൽക്ക് റൂട്ട് ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുള്ള വാണിജ്യബന്ധം നിലനിർത്തുന്ന പട്ടുപാതയാണ്. വ്യാപാരം എന്താണ്? പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം എന്ന് പറയുന്നത്. പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം. കൃഷിയുടെ വ്യാപാരം മുതൽ നഗരങ്ങളുടെ രൂപപ്പെടൽ വരെയുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഫ്ലോ ചാർട്ടാണ് കൃഷിയുടെ വ്യാപാരം. മിച്ചോൽപാദനം, ഉൽപ്പന്ന സംഭരണം, ഉൽപ്പന്ന കൈമാറ്റം, ചന്തകൾ, അങ്ങാടികൾ, കച്ചവട കേന്ദ്രങ്ങൾ, നഗരങ്ങൾ. കൃഷിയുടെ വ്യാപാരം മൂലം മിച്ചോൽപാദനം ഉണ്ടായി. ഉൽപ്പാദിക്കുന്ന കാര്യങ്ങൾ സംഭരിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ഉൽപ്പന്ന കൈമാറ്റം നടന്നു. പിന്നെ അതുവഴി ചന്തകൾ, അങ്ങാടികൾ ഉണ്ടായി. കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളും ഉണ്ടായി. സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൃഷിയിൽ നിന്ന് വ്യാപാരത്തിലേക്കുള്ള വളർച്ച നമ്മൾ കണ്ടല്ലോ. കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് വരുമാന ലക്ഷ്യം വെച്ചുള്ളതായി മാറി. ആദ്യം കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളായിരുന്നു. പിൽക്കാലത്തത് വരുമാനം ലക്ഷ്യമാക്കി ഉള്ളതായി മാറി. അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു. ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ്റെ വാക്കുകളാണ്. കൗടില്യൻ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്നു. ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതി നിർണ്ണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണെന്നാണ് കൗടില്യൻ സൂചിപ്പിക്കുന്നത്. ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതി നിർണ്ണയിക്കുന്നത് എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് സാമ്പത്തിക പ്രവർത്തനം? വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത് ഉൽപ്പാദനം എന്ന പ്രക്രിയയിലൂടെയാണ് സാമ്പത്തിക പ്രവർത്തനം സാധ്യമാകുന്നത്. ചിത്രങ്ങൾ നോക്കൂ.
ചായ ഉണ്ടാകുന്നതിന് തേയില ആവശ്യമാണ്. തേയില എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ എത്തുന്നത്? തേയിലച്ചെടിയിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കുന്നു. അവ ഫാക്ടറികളിൽ എത്തിച്ച് സംസ്കരിച്ച് തേയിലപ്പൊടിയാക്കി മാറ്റുന്നു. ഈ തേയിലപ്പൊടി കവറുകളിലാക്കി വാഹനങ്ങളിൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കടകളിലേക്ക് എത്തുന്നു. തേയിലത്തോട്ടങ്ങളിൽ നിന്ന് തേയില നമ്മുടെ കൈകളിൽ എത്തുന്നത് വരെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടത്. സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവയുടെ പൊതു സ്വഭാവം അനുസരിച്ച് എത്രയായി തരംതിരിക്കാം? 3ആയി തരംതിരിക്കാം. എന്തൊക്കെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖല എന്താണ്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. കൃഷിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ഈ മേഖലയെ കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നു. ഉദാഹരണം കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം തുടങ്ങിയവ. കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം എന്നിവ പ്രാഥമിക മേഖലയിൽ വരുന്നു. ഇനി ദ്വിതീയ മേഖല എന്താണ്? പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു. വ്യാവസായിക മേഖല എന്നാണ് ഇതിന് വിളിക്കുന്ന മറ്റൊരു പേര്. വൈദ്യുതി ഉൽപ്പാദനം, ടെക്സ്റ്റൈൽ വ്യാപാരം, കെട്ടിട നിർമ്മാണം തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. തൃതീയ മേഖല എന്താണ്? പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖലയിൽ നിന്ന്. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതിനുമൊപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. അതിനാൽ ഈ മേഖല സേവന മേഖല എന്നറിയപ്പെടുന്നു. തൃതീയ മേഖലയുടെ മറ്റൊരു പേരാണ് സേവന മേഖല. ദ്വിതീയ മേഖലയുടെ മറ്റൊരു പേരെന്താണ്? വ്യാവസായിക മേഖല. അടുത്ത പ്രാഥമിക മേഖലയാണ് കാർഷിക മേഖല എന്നത്. തൃതീയ മേഖലയ്ക്ക് ഉദാഹരണമാണ് ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം തുടങ്ങിയവ. അതിൽ പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും ഏതൊക്കെയാണെന്നാണ്. പ്രാഥമിക മേഖലയിൽ വരുന്ന ഏതൊക്കെയാണ്? കൃഷി വരും, ഖനനം, മത്സ്യബന്ധനം ഒക്കെ പ്രാഥമിക മേഖലയിൽ വരും. അടുത്ത് ദ്വിതീയ മേഖലയിൽ ഏതൊക്കെ വരും? വ്യവസായം, കെട്ടിട നിർമ്മാണം, വൈദ്യുതി ഉൽപ്പാദനം, അതൊക്കെ ദ്വിതീയ മേഖലയിൽ വരും. തൃതീയ മേഖല ആരോഗ്യരംഗം വരും, ബാങ്കിങ് വരും, വാർത്താവിനിമയം വരും. അടുത്ത ചെരുപ്പിൻ്റെ ആത്മകഥയാണ്. കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യ ഉപയോഗപ്രദമായ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നത്. കാലക്രമേണ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇത് പരുത്തി, ചണം തുടങ്ങിയ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി. പ്രകൃതി വിഭവങ്ങളും കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് വ്യാവസായിക മേഖല വളർന്നു. മുള പേപ്പർ റോളായി, പിന്നെ അത് എന്തായി? നോട്ട്ബുക്കായി. അതുപോലെ റബ്ബർ പാൽ റബ്ബർ ഷീറ്റായി, അത് ടയറായി. കാർഷിക മേഖലയും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ചിത്രങ്ങളിൽ നിന്നെല്ലാം മനസ്സിലായല്ലോ. അതുപോലെ പ്രാഥമിക, ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത് തൃതീയ മേഖല ആയതിനാൽ ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 3 മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഉൽപ്പാദനം സാധ്യമാകുന്നത്. അടുത്ത എന്താണ് ഉൽപ്പാദനം? ഉൽപ്പാദനവും ഉൽപ്പാദന ഘടകങ്ങളും. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഉൽപ്പാദനം. അപ്പോൾ ഉൽപ്പാദനം എന്താണ്? ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഉൽപ്പാദനം നടക്കുന്നത്. ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് ഉൽപ്പാദന ഘടകങ്ങൾ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് ഉൽപ്പാദന ഘടകങ്ങൾ. ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂമി, ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയാണ് ഉൽപ്പാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രതിവിഭവങ്ങളാണ് ഉൽപ്പാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. കൽക്കരി, ജലം, പാറ, മണ്ണ്, വനവിഭവം, കാറ്റ് ഇതെല്ലാം ഭൂമിയിൽ ഉൾപ്പെടുന്നതാണ്. പെട്രോളിയം, ലോഹങ്ങൾ തുടങ്ങിയവയുണ്ട്. ഇനി അടുത്ത തൊഴിൽ. ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികൾ
അധ്വാനശേഷി ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത്. തൊഴിലാളികളുടെ അധ്വാനശേഷി ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത്. കായികവും ബുദ്ധിപരവുമുള്ളമായ ശേഷി ഉപയോഗിച്ച് തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു. പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇനി മൂലധനം എന്താണ്? ഏതൊരു ഉൽപാദനത്തിൻ്റെയും ഉൽപാദന പ്രക്രിയയ്ക്ക് മൂലധനം ആവശ്യമാണ്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയും മൂലധനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നു. ഫാക്ടറി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, തൊഴിലാളികൾക്കുള്ള വേതനം എന്നിവയെല്ലാം മൂലധനമായി പരിഗണിക്കാം. മൂലധനത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഫാക്ടറി വരും, കെട്ടിടങ്ങൾ വരും, യന്ത്രങ്ങൾ വരും, അസംസ്കൃത വസ്തുക്കളാവട്ടെ, വാഹനങ്ങളാവട്ടെ, കമ്പ്യൂട്ടറുകളും തൊഴിലാളികൾക്കുള്ള വേതനം, ഇതെല്ലാം ക്യാപിറ്റലിനകത്ത് വരുന്നതാണ്. മൂലധനം പലവിധം. സാമ്പത്തിക മൂലധനം എന്ന് പറയുമ്പോൾ പണം, നിക്ഷേപം എന്നിവ. ഇനി മനുഷ്യ മൂലധനമുണ്ട്. സാമ്പത്തിക മൂലധനം, മനുഷ്യ മൂലധനം അത് കഴിവ്, ജ്ഞാനമൊക്കെ. അടുത്ത ഭൗതിക മൂലധനമുണ്ട്. യന്ത്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ. പ്രകൃതി മൂലധനമുണ്ട്. അത് വിഭവങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ മൂലധനം പല വിധമുണ്ട്. അപ്പം മൂലധനം എത്ര വിധമുണ്ട്? സാമ്പത്തിക മൂലധനമുണ്ട്, മനുഷ്യ മൂലധനമുണ്ട്, ഭൗതിക മൂലധനമുണ്ട്, പിന്നെന്തുണ്ട്? പ്രകൃതി മൂലധനമുണ്ട്. ഇത്രയാണ്. അടുത്ത സംഘാടനം. ഉൽപാദന ഘടകമായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കുന്നതാണ് സംഘാടനം എന്ന് പറയുന്നത്. ഇതിനായി പ്രവർത്തിക്കുന്നവർ സംഘാടകർ അഥവാ സംരംഭകർ എന്നും അറിയപ്പെടുന്നു. ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക, അതിനാവശ്യമായ മൂലധനം സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നത് സംഘാടനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഒരു ബിസിനസ് തുടങ്ങാനുള്ള ആശയം രൂപപ്പെടുത്തുക, അതിനെ ആവശ്യമായ മൂലധനം സമാഹരിക്കുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നിവയെല്ലാം സംഘാടനത്തിൻ്റെ ഭാഗമാണ്. ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഉൽപാദനവും അതിലൂടെ ഉൽപ്പന്നവും രൂപപ്പെടുന്നത്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് പ്രതിഫലം ആവശ്യമാണ്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടം. തൊഴിലിൻ്റെ കൂലി. മൂലധനം പലിശ. സംഘാടനത്തിൻ്റെ ലാഭം. അപ്പോൾ ഉൽപാദന ഘടകമായ ഭൂമിയുടെ പ്രതിഫലം പാട്ടം, തൊഴിലിൻ്റെ കൂലി, മൂലധനമാകുമ്പോൾ പലിശ, സംഘാടനമാകുമ്പം ലാഭം. മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? പലിശ. ഉൽപാദനത്തിനാവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്ന ഉൽപാദന ഘടകം ഏതാണ്? സംഘാടനം. ഒരു പുതിയ ബിസിനസ് ആശയം പ്രാവർത്തികമാക്കാൻ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് സംഘാടകൻ എന്ന് പറയുന്നത്. ഉൽപാദന പ്രക്രിയയിൽ പാട്ടം പ്രതിഫലമായി ലഭിക്കുന്ന ഏതാണ്? ഭൂമിക്കാണ്. ഉൽപാദനത്തിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക്. ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ നാം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധ്യമാക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഉപഭോഗം എന്ന് പറയുന്നത്, അഥവാ കൺസംഷൻ. വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ എന്ന് വെച്ചാൽ എന്താണ്? വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയെ ഉപഭോക്താവ് എന്ന് പറയും. ഇനി ഉപഭോഗം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധ്യമാകുന്നതിനായി സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിനാണ് ഉപഭോഗം എന്ന് പറയുന്നത്. ഈ ഗാന്ധിജിയുടെ വാക്കുകൾ എന്താണ്? നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ആ വ്യക്തി നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. നമ്മുടെ ഇടപാടിൽ അന്യനും അല്ല, ഇടപാടിൻ്റെ ഭാഗമാണ്. ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ്. ഇതാണ് ഉപഭോക്താവിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. നാം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ ഉപഭോക്താവ് എന്ന നിലയിൽ കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഈ പ്രാധാന്യം പരിഗണനയും നമുക്ക് ലഭിക്കാറുണ്ടോ? നോക്കൂ. കറി പൗഡറിൽ മായം പ്രമുഖ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. അളവ് തൂക്ക തട്ടിപ്പ്. ഒരു മാസത്തിനിടെ 90 ലക്ഷം പിഴയിട്ടു. വൃത്തിക്കുറവും മായം കൂടുതലും. 100-ലധികം ഹോട്ടലുകൾക്ക് പൂട്ടുവീണു. 400 കിലോ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇതെല്ലാം വാർത്താ തലക്കെട്ടുകളാണ്.
സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ അവകാശങ്ങൾ നമുക്കുണ്ട്? ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ അവകാശങ്ങൾ നമുക്കുണ്ട്? ഗുണമേന്മ അറിയാനുള്ള അവകാശമുണ്ട്. വിൽപ്പനാനന്തര സേവനം നേടാനുള്ള അവകാശമുണ്ട്. വിശ്വാസ്യത നേടണം അതിനുള്ള അവകാശമുണ്ട്. അളവിലും തൂക്കത്തിലും കൃത്യത വേണം. ഇതെല്ലാം നമ്മുടെ അവകാശങ്ങളാണ്. കസ്റ്റമർ എന്നുള്ള നിലയിലുള്ള അവകാശമാണ് ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം, വിശ്വാസ്യത, അളവിലും തൂക്കത്തിലും കൃത്യത. ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അവയിൽ നിയമാനുസൃതമായി രേഖപ്പെടുത്തിയ വില MRP കൃത്യമായി പരിശോധിക്കണം. പിന്നെന്ത് വേണം? ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ പരസ്യവാചകങ്ങളിൽ അവകാശപ്പെട്ടിട്ടുള്ള ഗുണമേന്മ ഉൽപ്പന്നത്തിന് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ നോക്കണം. വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വിൽപ്പനാനന്തര സേവനം യഥാസമയം ലഭിക്കാറുണ്ടോ എന്ന് നോക്കണം. വാങ്ങിയ ഉൽപ്പന്നത്തിന് അതിൻ്റെ വില അനുസരിച്ച് ഗുണമേന്മ ഉണ്ടോ എന്ന് നോക്കണം. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതിയെയും സമീപിക്കാവുന്നതാണ്. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾ നിലവിലുണ്ട്. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾ നിലവിലുണ്ട്. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയുന്നതിനായി ശക്തമായ നിയമങ്ങൾ, ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നിവ ആവശ്യമാണ്. 1986 ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്താണ്? 1986. ജനജീവിതം മെച്ചപ്പെടണമെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ആവശ്യമാണ്. പ്രകൃതി വിഭവങ്ങളും മനുഷ്യാധ്വാനവും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തിയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപ്പാദനം, മിച്ചോൽപ്പാദനം, കൈമാറ്റ സമ്പ്രദായങ്ങൾ, സാങ്കേതിക വിദ്യ ചെലുത്തിയ സ്വാധീനം, വിപണികളുടെ വളർച്ച എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധവും സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കുന്നു. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.